കർദിനാൾ ഫിലിപ്പ് നേരി ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റായി ഗോവ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫിലിപ്പീൻസിലെ കല്ലൂക്കാൻ ബിഷപ്പ് പാബ്ലോ വിർജീലിയോ സയങ്കോ ഡേവിഡിനെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ടോക്കിയോ ആർച്ച് ബിഷപ്പ് ടാർസിഷ്യോ ഇസാവോ കിക്കുച്ചി ജനറൽ സെക്രട്ടറിയായും തുടരും. നിലവിലെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ചാൾസ് മോങ്ബോയുടെ കാലാവധി കഴിയുമ്പോഴായിരിക്കും കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ ചുമതലയേൽക്കുക. 2022 ഓഗസ്റ്റ് 27 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി ഫെറോയെ കർദിനാളായി ഉയർത്തിയത്. പീഡാനുഭവാര അവധി ദിനങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സീറോ മലബാർ സഭ. പീഡാനുഭവാര അവധി ദിനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി സീറോ മലബാർ സഭ. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ള പീഡാനുഭവാരം ആചരിക്കുന്ന മാർച്ച് 24 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാന ദിനങ്ങളിലെ അവധി ദിനങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സീറോ മലബാർ സഭ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. ഈ വർഷത്തെ പൊതു അവധികളുടെ പട്ടികയിൽ ഇവ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് പ്രമാണിച്ച് പ്രസ്തുത അവധികൾ നിഷേധിക്കുന്ന നടപടികൾ ഉണ്ടായേക്കുമെന്ന ആശങ്ക ഉയരുന്ന സാഹചര്യത്തിലാണ് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി രാവിലെയുള്ള ആരാധനകൾ ഒഴിവാക്കി തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ മാതൃകയായി. പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും നോമ്പുകാലത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി രാവിലെയുള്ള ആരാധനകൾ പുനർക്രമീകരിച്ച് തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ. ഫെബ്രുവരി 25 ഞായറാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. തിരക്കൊഴിവാക്കുന്നതിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് 5:30 സംയുക്ത ശുശ്രൂഷ നടത്താനാണ് തീരുമാനം. അതേസമയം കുട്ടികൾ, പ്രായമായവർ തുടങ്ങി 10,000-കണക്കിന് സ്ത്രീകൾ പൊങ്കാലയ്ക്ക് എത്തുന്നതിനാൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഹെയ്തിയിൽ 6 സന്യാസിമാരെയും ഒരു പുരോഹിതനെയും തട്ടിക്കൊണ്ടുപോയി. ഹെയ്തിയിൽ 6 സന്യാസിമാരെയും ഒരു പുരോഹിതനെയും ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ട്. ഫെബ്രുവരി 23 വെള്ളിയാഴ്ച പോർട്ടോ പ്രിൻസിലുള്ള ജോൺ 23-ാമൻ സ്കൂളിലേക്ക് പോയ സംഘത്തെ ആണ് ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകലിന് ഇരകളായവരിൽ 6 പേർ ബ്രദേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട് സമൂഹത്തിലെ അംഗങ്ങളാണ്. പോർട്ടോ പ്രിൻസിലുള്ള അവർ ലേഡി ഓഫ് ഫാത്തിമയുടെ ചാപ്പലിൽ കുർബാനയ്ക്ക് ശേഷമാണ് വൈദികനെ തട്ടിക്കൊണ്ടുപോയത്. ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് ലോക ക്രിസ്ത്യൻ സിനിമയുടെ നെറുകയിൽ. 2023 ഏറ്റവും നല്ല ക്രിസ്ത്യൻ സിനിമയ്ക്കുള്ള ഇന്റർനാഷണൽ ക്രിസ്ത്യൻ വിഷ്വൽ മീഡിയ ഗോൾഡൻ ക്രൗൺ അവാർഡ് നേടി ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. അമേരിക്കയിലെ ടെന്നീസിൽ നടന്ന ചടങ്ങിൽ സിനിമയുടെ സംവിധായകനായ ഷൈസൻ പി ഔസെപ്പ്, നിർമ്മാതാവായ സാന്ദ്ര ഡിസൂസ റാണ എന്നിവർ അംഗീകാരം ഏറ്റുവാങ്ങി. ഉത്തരേന്ത്യയിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവിതവും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും രക്തസാക്ഷിത്വവും ഇതിവൃത്തമാക്കിയ സിനിമയാണ് ദ ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 150-ൽ പരം പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന ഈ ബോളിവുഡ് ചിത്രം ഇതിനോടകം 30ഓളം ഇന്റർനാഷണൽ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്.